ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ഓട്ടോമാറ്റിക് നൈറ്റ് ലാമ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാത്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും പകൽ രാവിലെ ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചെയ്യുന്നൊരു ലൈറ്റാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്ന ഒരു RCCBനെ കുറിച്ചാണ്. അപ്പോൾ RCCB ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ മെഷീനിൽ ഒരു ലീക്കേജ് കറണ്ടോ നമുക്ക് ഷോക്ക് അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക് മെയിൻ ട്രിപ്പ് ആയിക്കോളും. അതേപോലെ RCCBയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടിലായാലും വീടിനായാലും എർത്തിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ സർക്യൂട്ട് സിമ്പിളാണ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജ് നോൺ ഐസൊലേറ്റഡ് ആയതുകൊണ്ട് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് വർക്കിംഗ് നോക്കാം. നമുക്ക് ശരിക്കും 12 വോൾട്ടാണ് റിലേ ഡ്രൈവ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 230നെ നമ്മൾ കുറയ്ക്കാനായിട്ട് നമുക്ക് 230 ഒരു ഡ്രോപ്പർ സർക്യൂട്ട് വെച്ചിട്ട് നമ്മൾ നേരെ ബ്രിഡ്ജ് റെക്ടിഫയറിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നേരെ ഒരു ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. 35 വോൾട്ട് 330 mF ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററാണ്, ഫിൽറ്റർ കപ്പാസിറ്ററാണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 12 വോൾട്ട് നമ്മൾ സെനർ കണക്ട് ചെയ്തിട്ടുണ്ട്. സെനർ കണക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ഔട്ട്പുട്ടിൽ 12 വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സെൻറ്റർ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ലോഡും കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സർക്യൂട്ടിൽ അപ്പോൾ തന്നെ ഔട്ട്പുട്ടിലെ കപ്പാസിറ്റർ വേണാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ലോഡ് കണക്ട് ചെയ്യാണ്ട് സർക്യൂട്ട് ഓൺ ആക്കരുത്. അടുത്തായിട്ട് നമുക്ക് റിലേയുടെ കണക്ഷൻ ജസ്റ്റ് നോക്കാം. അപ്പോൾ റിലേയിൽ ഈ ചെറിയ ടൈപ്പ് 12 വോൾട്ട് റിലേയിൽ മൊത്തം 5 പിന്നാണ് ഉണ്ടാവുക. അതിൽ ടോപ്പിൽ 3 പിന്ന് വരുന്നൊരു ഭാഗമുണ്ട്. അതിൽ 3 പിന്നിൻ്റെ ടോപ്പിലും താഴെയും വരുന്ന ഭാഗമാണ് നമുക്ക് കോയിലായിട്ട് വരിക. ബാക്കിയുള്ള 3 പിന്ന് നോർമലി ക്ലോസും നോർമലി ഓപ്പണും ആയിരിക്കും. അപ്പോൾ റിലേയുടെ കോയിൽ വഴി VCC നേരെ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പിന്നിലേക്ക് വന്നു. ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ ടോപ്പിൽ പ്ലസും താഴെ മൈനസാണ് വരിക. പിന്നെ LDR നമ്മൾ കണക്ട് ചെയ്യുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് പിന്നിലും എമിറ്റർ പിന്നിലും ഇടയിലാണ് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഓൺ ആക്കാനുള്ള പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ ഫീഡ്ബാക്ക് റെസിസ്റ്റർ വഴി നേരെ ട്രാൻസിസ്റ്റർ ബേസിലേക്കാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പകൽ സമയത്ത് ഇപ്പോൾ LDR ലൈറ്റ് വരുമ്പോൾ LDRൻ്റെ റെസിസ്റ്റൻസ് കുറയും, നമ്മുടെ ട്രാൻസിസ്റ്ററിലേക്കുള്ള പോസിറ്റീവ് ബയാസിങ് ലഭിക്കാതിരിക്കുകയും ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ രാത്രിയിൽ നേരെ തിരിച്ച് നമ്മുടെ LDRൽ ഹൈ റെസിസ്റ്റൻസ് വരികയും ലൈറ്റ് ഇല്ലാത്ത കണ്ടീഷനിൽ അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് പോസിറ്റീവ് വോൾട്ടേജ് വരികയും ട്രാൻസിസ്റ്റർ ഓൺ ആവുകയും അതുവഴി ഔട്ട്പുട്ടിലുള്ള റിലേ ഓൺ ആവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സാധാരണ ഇപ്പോൾ ഓട്ടോമാറ്റിക് നൈറ്റ് ലാമ്പ് സർക്യൂട്ട് യൂട്യൂബിലും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കൂടുതലും ട്രയാക്ക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ട്രയാക്ക് വയ്ക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ LED ബൾബുകളൊക്കെ വെച്ചാൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ LED ബൾബ് കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റിലേ കൺട്രോൾ ആയതുകൊണ്ട് ബ്ലിങ്കിങ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഓൾറെഡി നമ്മൾ PCBയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് LDR ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ LDR കറക്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഓൺ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഏകദേശം എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോൺ ഐസൊലേറ്റ് ആയതുകൊണ്ട് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് സേഫായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കേസിങ്ങിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയൊരു മൊബൈൽ ചാർജറിൻ്റെ കേസിങ്ങാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ തന്നെ നമ്മളൊരു AC കണക്ഷൻ ഇൻപുട്ട് കൊടുത്തു. അവിടെ തന്നെയാണ് നമ്മൾ LDR കണക്ട് ചെയ്യണം. അപ്പോൾ LDR കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സൺലൈറ്റ് കിട്ടുന്ന കറക്റ്റ് പൊസിഷനാണ് LDR കണക്ട് ചെയ്യാൻ. നമുക്ക് നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് ഒരു ലൈറ്റിന് വരെ 2-3 ലൈറ്റോ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോൾ ടൈമിങ് നമുക്ക് ഇപ്പോൾ പകലൊക്കെ ഓണായി കിടക്കുന്നത് കാണാം. അപ്പോൾ അതിനും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ വീടുകളിൽ ഇപ്പോൾ ആൾത്താമസമില്ലാത്ത വീടുകളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈറ്റ് ഓട്ടോമാറ്റിക് രാത്രി ഓൺ ആയിക്കോളും, പകൽ ഓഫ് ആയിക്കോളും. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് LDR ഫുള്ള് ക്ലോസ് ആയി. അപ്പോൾ LDR ഫുള്ള് ഇരുട്ടായി. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് LED കറക്റ്റ് വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇപ്പോൾ എല്ലാം വർക്കിംഗ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. LED ബ്ലിങ്കിങ് ഒന്നുമില്ല, കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കമൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ റിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്.